ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഒരു കുടുംബത്തിന്റെ കൂട്ടമരണം നടന്നിരിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ മരണപ്പെട്ടു എന്ന വിവരം പുറംലോകം അറിയുന്നത്. എന്തായിരിക്കും ആ മരണങ്ങൾക്ക് പിന്നിലെ കാരണം? അത് ആത്മഹത്യയോ അതോ കൊലപാതകമോ? സത്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. റായ്പൂരിലെ വീട്ടിൽ നിന്നും ദമ്പതികളെയും പ്രായപൂർത്തിയാകാത്ത 2 പെൺമക്കളെയും ഒപ്പം ഒരു മകനെയും മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. 50-കാരനായ സഞ്ജു എന്ന സാജിദ് അലി, ഭാര്യ റാബിയ ബാനോ, മകൻ ഇർഷാദ് അലി, മക്കളായ ഷഹീദ ബീഗം, ഇർഷാബ, പർവീൺ എന്നിവരാണ് മരിച്ചത്. എന്താണ് ഇവരുടെ മരണത്തിന് പിന്നിലെ കാരണമെന്നത് ഇപ്പോഴും പോലീസിനോ ബന്ധുക്കൾക്കോ ഒന്നും വ്യക്തമല്ല. പ്രാഥമിക അന്വേഷണത്തിൽ സാജിദ് അലി കുടുംബാംഗങ്ങൾക്ക് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് സൂചന. എന്നാൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ കടന്നിരിക്കുകയാണ്. വിശദമായ പോസ്റ്റ്മോർട്ടത്തിനും ഫോറൻസിക് വിശകലനത്തിനും ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. വളരെ വൈകിയാണ് ഈ കുടുംബം മരിച്ചെന്ന വിവരം പുറംലോകം അറിയുന്നത്. ദിവസങ്ങളോളം ഇവരെ പുറത്തു കാണാതെ വന്നതും വീട്ടിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതുമൊക്കെയാണ് നാട്ടുകാർക്ക് സംശയമുണ്ടാക്കിയത്. വീടാണെങ്കിൽ ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലുമായിരുന്നു. പിന്നീട് കുടുംബത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിനും സാധിക്കാതെ വന്നതോടെ വീട്ടുടമസ്ഥനും അയൽക്കാരുമൊക്കെ ചേർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് സാജിദിന്റെയും ഭാര്യയുടെയും മകന്റെയും പെൺമക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സാജിദിനെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലും മറ്റു 4 പേരുടെ മൃതദേഹങ്ങൾ വായിൽ നുരയും പതയും ഒക്കെ വന്ന് തറയിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. സമീപത്തായി കണ്ടെത്തിയ കീടനാശിനിയുടെ ഒഴിഞ്ഞ കുപ്പിയാണ് വിഷമുള്ളിൽ ചെന്നുള്ള മരണമാകാം സംഭവിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മറ്റ് വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണിപ്പോൾ. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട്. കുടുംബത്തിന് സാമ്പത്തികമായി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നതിൽ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും വ്യക്തമായ അറിവൊന്നുമില്ല എന്നതാണ് പോലീസിനെ ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. रात को करीब 10 बजे मेरे को मेरे पड़ोसी का फ़ोन आया, बोले भैया आपके जो किराएदार है वो सुबह से दरवाज़ा नहीं खोले हैं। तो मैं चूँकि यहीं पास में ही था तो मैं तुरंत जाके देखा, जाके मैंने दरवाज़ा खटखटाया और आवाज़ दी, लेकिन आगे से कोई मूवमेंट नहीं हुआ। तो बाजू में खिड़की थी, खिड़की से मैं मोबाइल का टॉर्च चालू किया और खिड़की के अंदर मैं झाँक के देखा तो मुझे दिखा कि 4 लोग नीचे बिस्तर में सो रहे थे और एक का चेहरा पूरा काला हो गया था और एक जो उनकी पुत्री थी, छोटी पुत्री थी, उसके मुंह से झाग निकल रहा था। तो मुझे थोड़ा सा वो लगा कि कुछ गड़बड़ है, तो मैं तुरंत थाना टिकरापारा में सूचना दिया। 10 मिनट के अंदर वहाँ पे पुलिस आई। फिर पुलिस आके पुलिस ने भी देखा खिड़की से झाँक के, उनको भी फिर लगा कि कुछ गड़बड़ है। फिर उन्होंने FECL जो FCL होता है उससे संपर्क किया। आधे घंटे बाद FCL की टीम आई तो दरवाज़ा खोला गया। तो जब अंदर जाके हम लोग देखे तो 4 लोग नीचे मृत अवस्था में थे और सबके मुंह से ब्लड झाग निकल रहा था। और अंदर का जो रूम था, जो किचन था, वहाँ पे जो इस परिवार का मुखिया था साजिद अली, वो फांसी के फंदे में लटका हुआ था. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കുടുംബത്തെ അവസാനമായി കണ്ടത് വ്യാഴാഴ്ച വൈകുന്നേരമാണെന്നും വെള്ളിയാഴ്ച മുഴുവൻ വീട് പൂട്ടിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വീട്ടുടമസ്ഥൻ അവിടെ തന്നെയുള്ള മറ്റൊരു വീട്ടിലെ വാടകക്കാരനുമായി ബന്ധപ്പെടുന്നതും പോലീസിനെ വിവരമറിയിക്കുന്നതും. പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സംഭവസ്ഥലം പരിശോധിച്ചിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി ആ വീടിപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. ബാറ്ററി വ്യാപാരിയാണ് മരിച്ച സാജിദ് അലി. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ കുടുംബത്തിന്റെ ഈ ദാരുണമായ മരണത്തിന് പിന്നിലെന്നതിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടാതെ സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലും സംശയം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.